ഇന്നത്തെ ഈ വീഡിയോയിൽ ഈസ്റ്റ്മാൻ കമ്പനിയുടെ ഗ്രിറ്റൈൻ ഇൻവെർട്ടർ മോഡൽ നമ്പർ 10 കിലോവാട്ട് വയർ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് നമ്മൾ സംസാരിക്കും. ഈ ഗ്രിറ്റൈൻ ഇൻവെർട്ടർ 10 കിലോവാട്ട് 3 ഫേസ് 2 MPPD ആണ്. ഇതിൻ്റെ സ്പെസിഫിക്കേഷനുകൾ ഇങ്ങനെയാണ്. പരമാവധി DC ഇൻപുട്ട് പവർ 15000 VOC പരമാവധി 11 100 വോട്ട് DC വോൾട്ടേജ് ഓഫ് MPPD 150 മുതൽ 1000 വരെ. പരമാവധി DC കറണ്ട് 15 മീറ്റർ, അതായത് ഇതിൽ 2 MPPD ഉണ്ട്. പരമാവധി ഷോർട്ട് സർക്യൂട്ട് കറണ്ട് 25 മീറ്റർ. നോമിനൽ AC വോൾട്ടേജ് 10000. പരമാവധി AC കറണ്ട് 17 ഓരോ ഫേസിലും. പരമാവധി AC വോൾട്ടേജ് 3 ഫേസ് പ്ലസ് ന്യൂട്രൽ പ്ലസ് പ്രൊട്ടക്റ്റീവ് എർത്ത് വഴി 3 ഫേസ് പ്ലസ് പ്രൊട്ടക്റ്റീവ് എർത്ത് 220 ഹരിക്കുക 380. നോമിനൽ AC ഫ്രീക്വൻസി 50 മുതൽ 60 ഹെർട്സ് വരെ. പവർ ഫാക്ടർ 1, പക്ഷേ ഇത് നെഗറ്റീവ് 0.8 മുതൽ പോസിറ്റീവ് 0.8 വരെ ക്രമീകരിക്കാവുന്നതാണ്. പ്രൊട്ടക്ഷൻ ലെവൽ ക്ലാസ് 1. പ്രവർത്തന താപനില പരിധി നെഗറ്റീവ് 25 ഡിഗ്രി സെൽഷ്യസ് മുതൽ പോസിറ്റീവ് 60 ഡിഗ്രി സെൽഷ്യസ് വരെ. ഡിറേറ്റിംഗ് 45 ഡിഗ്രി സെൽഷ്യസ്. ഇൻഗ്രസ് പ്രൊട്ടക്ഷൻ 65. ഈ മോഡലിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന പോർട്ടുകൾ DC ഓൺ ഓഫ് സ്വിച്ച്, DC A പോസിറ്റീവ് നെഗറ്റീവ് 4 PV. സ്ട്രിംഗ് DC B പോസിറ്റീവ് നെഗറ്റീവ് 4 PV. സ്ട്രിംഗ് AC കണക്ടർ 4 ന്യൂട്രൽ. ലൈൻ 1, ലൈൻ 2, ലൈൻ 3 ആൻഡ് എർത്തിംഗ്. 0 ഇഞ്ചക്ഷൻ പോർട്ട് ഓപ്ഷണൽ. EGTI-യുമായി നിങ്ങൾക്ക് ലഭിക്കുന്ന ആക്സറികൾ: ഒരു സോളാർ ഇൻവെർട്ടർ, ഒരു വാൾ മൗണ്ടിംഗ് ബ്രാക്കറ്റ്, ഒരു AC വാട്ടർ പ്രൂഫ് കവർ, 4 AC വയറിംഗ് കവർ സ്ക്രൂ, DC പോസിറ്റീവ് DC നെഗറ്റീവ് പ്ലഗ് കണക്ടറുകൾ ഉൾപ്പെടെ മെറ്റൽ ടെർമിനൽ, സ്റ്റെയിൻലെസ് സ്റ്റീൽ ആൻറ്റി കൊളിഷൻ ബോർഡ്, M6x60 ഉപയോക്തൃ മാനുവലിനൊപ്പം വാറണ്ടി കാർഡ്, വൈഫൈ പ്ലഗ്. ഗ്രിറ്റൈ ഇൻവെർട്ടർ എപ്പോഴും ഒരു അംഗീകൃത സാങ്കേതിക വിദഗ്ധനാൽ മാത്രമേ ഇൻസ്റ്റാൾ ചെയ്യാവൂ. കൂടാതെ പ്രത്യേക മോഡലിൻ്റെ ഉപയോക്തൃ മാനുവൽ ശ്രദ്ധാപൂർവം വായിക്കുക, ഇൻസ്റ്റലേഷൻ ശരിയായി നടക്കാൻ വേണ്ടി. ഇപ്പോൾ നമുക്ക് കൺട്രോൾ പാനലുകൾ കുറിച്ച് മനസ്സിലാക്കാം. ഇതിൽ നിങ്ങൾക്ക് LCD ഡിസ്പ്ലേ, അപ്പ് ടച്ച് ബട്ടൺ, ഡൗൺ ടച്ച് ബട്ടൺ, എസ്കേപ്പ് ടച്ച് ബട്ടൺ, എൻ്റർ ടച്ച് ബട്ടൺ, പവർ LED ഇൻഡിക്കേറ്റർ, ഗ്രിഡ് LED ഇൻഡിക്കേറ്റർ, ഫാൾട്ട് LED ഇൻഡിക്കേറ്റർ എന്നിവ ലഭിക്കും. ഇപ്പോൾ നമുക്ക് ഈ ജിഡിയുടെ ഇൻഡിക്കേറ്ററിനെ കുറിച്ച് അറിയാം. നിങ്ങളുടെ ഇൻവെർട്ടർ സ്റ്റാൻഡ് ബൈ മോഡിൽ ആയിരിക്കുമ്പോൾ പവർ ഗ്രീൻ LED തെളിയും. ഇൻവെർട്ടർ വൈദ്യുതി വിതരണം ചെയ്യുമ്പോൾ ഗ്രിഡ് ഗ്രീൻ LED തെളിയും. ഇൻവെർട്ടറിൽ എന്തെങ്കിലും തകരാർ ഉണ്ടാകുമ്പോൾ ഫാൾട്ട് റെഡ് LED തെളിയും. ഇൻസ്റ്റലേഷൻ മുമ്പ് ലൊക്കേഷൻ തിരഞ്ഞെടുക്കുന്നതിൽ ശ്രദ്ധിക്കേണ്ടത് വളരെ പ്രധാനമാണ്. ഇൻസ്റ്റലേഷൻ സ്ഥലത്തിന് സമീപം ഏതെങ്കിലും ജ്വലനശീലമുള്ള വസ്തുക്കൾ ഇല്ലെന്ന് ഉറപ്പാക്കണം. ഇൻസ്റ്റലേഷൻ സ്ഥലം ഈർപ്പം രഹിതവും ശരിയായ വാതിലേറ്റത്തിന് അനുകൂലമായത്ര തുറന്നതുമായിരിക്കണം. ഇൻസ്റ്റലേഷൻ നടക്കുന്ന സ്ഥലത്ത് നേരിട്ടുള്ള സൂര്യപ്രകാശം വീഴരുത്, കാരണം ഇത് ഇൻവെർട്ടറിന്റെ പ്രവർത്തന താപനില ഉയരാൻ കാരണമാകുകയും അതുവഴി ഔട്ട്പുട്ട് പ്രകടനത്തെ നെഗറ്റീവ് ആയി ബാധിക്കുകയും ചെയ്യുന്നു. അതിനാൽ സൂര്യഷീൽഡ് സ്ഥാപിക്കുന്നത് ശുപാർശ ചെയ്യപ്പെടുന്നു. ഇൻസ്റ്റാൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഭിത്തി ശക്തമായതാണെന്ന് ഉറപ്പാക്കുകയും വേണം. ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് ഇൻക്ലൈൻ ±15 ഡിഗ്രി ഉള്ള സ്ഥലത്താണ്. ഇവിടെ ഇൻവെർട്ടർ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് അതിൻ്റെ മുകളിൽ ഇരുവശങ്ങളിലും 300 mm ഗ്യാപ്പ് ഉണ്ടായിരിക്കണം. അതിനൊപ്പം താഴെ 500 mm, മുന്നിൽ 50 mm ഗ്യാപ്പ് ഉണ്ടായിരിക്കണം. ഇൻവെർട്ടർ കുട്ടികൾക്ക് എത്താൻ കഴിയാത്ത ഉയരത്തിൽ സ്ഥാപിക്കുക. നാം നിങ്ങളെ അറിയിക്കട്ടെ, കിലോവാട്ട് 3 ഫേസ് ഇൻവെർട്ടറിൽ 2 MPPD ചാനലുകൾ ഉണ്ട്. ഓരോ ചാനലിലും ഒരു PV സ്ട്രിംഗ് ഇൻപുട്ട് ഉൾപ്പെടുന്നു. ആദ്യമായി മാർക്കിംഗ് ചെയ്ത ശേഷം മൗണ്ടിംഗ് ബ്രാക്കറ്റ് ശരിയായ MRIN 60 വോട്ട് സഹായത്തോടെ ഇൻസ്റ്റാൾ ചെയ്യുക. ശേഷം ഇൻവെർട്ടർ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻവെർട്ടർ ഹീറ്റ് സിങ്ക് ഹാങ്ങിംഗ് പ്ലേറ്റ് ലോക്ക് ചെയ്യുക. ഇലക്ട്രിക്കൽ കണക്ഷൻ ചെയ്യുന്നതിന് മുമ്പ് ഗ്രിഡ് സപ്ലൈയുടെ മെയിൻ സ്വിച്ച്, DC ഐസൊലേറ്റർ എന്നിവ ഓഫ് ചെയ്യുക. PVRAയുടെ ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ പോളാരിറ്റി DC പോസിറ്റീവ് DC നെഗറ്റീവ് സിംബോളുകളുമായി പൊരുത്തപ്പെടുക. ഈ മോഡലിനായി കേബിളിൻ്റെ കർവ് സർഫേസ് ഏരിയ 4 മുതൽ 6 mm² ആയിരിക്കണം. ശേഷം നിങ്ങൾക്ക് DC-DB ബോക്സിൻ്റെ കണക്ഷൻ ചെയ്യണം. DC-DB ബോക്സിൽ ഒരു DC ഫ്യൂസും ഒരു DC SPDയും അടങ്ങിയിരിക്കുന്നു. DC ഫ്യൂസ് ഉയർന്ന കറന്റ് ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷൻ നൽകുന്നു. DC SPD സർജ് പ്രൊട്ടക്ഷൻ നൽകുന്നു. DC SPDയിൽ എർത്തിങ് നിർബന്ധമായും വേണം എന്ന് ശ്രദ്ധിക്കുക. അതോടൊപ്പം DC ഫ്യൂസ് DC SPD സിസ്റ്റം റേറ്റിംഗിനനുസരിച്ച് ആയിരിക്കണം. AC കണക്ടറിൽ AC സ്ട്രിപ്പ് കേബിൾ കണക്ട് ചെയ്യുക. ഇതിനുശേഷം നിങ്ങൾ AC-DV ബോക്സ് കണക്ഷൻ ചെയ്യണം. AC-DVയുടെ ഉള്ളിൽ ACMCBയും ACSPDയും ഉണ്ട്. ACMCB ഉയർന്ന കറന്റിൽ നിന്ന് ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷൻ നൽകുന്നു. ACSPD സർജ് പ്രൊട്ടക്ഷൻ നൽകുന്നു. ACSPDE എർത്തിങ് നിർബന്ധമായും വേണം എന്ന് ശ്രദ്ധിക്കുക. അതോടൊപ്പം MCBയും CPDയും
സിസ്റ്റം റേറ്റിംഗിന് അനുസരിച്ച് ആയിരിക്കണം. അടുത്ത ഘട്ടത്തിൽ നിങ്ങൾ ഷെൽ ഗ്രൗണ്ട് വയർ ഇൻസ്റ്റാൾ ചെയ്യണം. ഇൻവെർട്ടറിൻ്റെ AC കണക്ഷൻ്റെ പ്രൊട്ടക്ഷൻ വേണ്ടി സർക്യൂട്ട് ബ്രേക്കർ സ്ഥാപിക്കുന്നത് നിർബന്ധമാണ്. അതിലൂടെ ഓവർ കറണ്ട് പ്രൊട്ടക്ഷൻ ലഭിക്കും. ഈ ഇൻവെർട്ടറിൽ വൈഫൈ വഴി റിമോട്ട് മോണിറ്ററിംഗ് ഫീച്ചറും നൽകിയിരിക്കുന്നു. ഇൻവെർട്ടർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് സിസ്റ്റത്തിൻ്റെ കോൺഫിഗറേഷൻ ഓപ്റ്റിമൈസ് ചെയ്യുന്നത് നിർബന്ധമാണ്. അതുകൊണ്ട് 2 ഇൻപുട്ടുകൾ ഒരേ നമ്പറിലുള്ള ഫോട്ടോവോൾട്ടേക് മോഡ്യൂളുകളുമായി കണക്ട് ചെയ്യാൻ ശുപാർശ ചെയ്യുന്നു. ഓരോ ഫോട്ടോവോൾട്ടേക് മോഡ്യൂളിൻ്റെയും പരമാവധി ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് 500 വാട്ട് DCയിൽ കൂടുതലാകരുത്. ഇൻവെർട്ടറിലെ ഓരോ ഇൻപുട്ടിലും ഒരേ തരത്തിലുള്ള ഫോട്ടോവോൾട്ടേക് മോഡ്യൂൾ സീരീസിൽ ഉപയോഗിക്കണം. ഇപ്പോൾ ഇൻവെർട്ടർ എങ്ങനെ ഓൺ ചെയ്യാമെന്ന് അറിയാം. സിംഗിൾ ഫേസ് വേണ്ടി AC ബ്രേക്കർ ഓൺ ചെയ്യുക. PV മൊഡ്യൂളിൻ്റെ DC സ്വിച്ച് ഓണാക്കുക. പാനൽ മതിയായ സ്റ്റാർട്ടിംഗ് വോൾട്ടേജും പവറും നൽകുന്നുവെങ്കിൽ ആ സാഹചര്യത്തിൽ ഇൻവെർട്ടർ സ്റ്റാർട്ട് ചെയ്യും. ഇൻവെർട്ടർ ആദ്യം ഗ്രിഡ് പാരാമീറ്ററുകൾ പരിശോധിക്കും. ആ സമയത്ത് ഡിസ്പ്ലേയിൽ സ്റ്റാറ്റസ് സെൽഫ് ചെക്കിൻ കാണിക്കും. ഇൻവെർട്ടർ എനർജി ഉൽപ്പാദനം ആരംഭിക്കും. ഇൻവെർട്ടറിൽ നോർമൽ സ്റ്റാറ്റസ് സൂചകം തെളിയും. ഇൻവെർട്ടർ ഷട്ട് ഡൗൺ ചെയ്യാൻ ആദ്യം AC ബ്രേക്കർ ഓഫ് ചെയ്യണം. DC സ്വിച്ച് ലഭ്യമായെങ്കിൽ അത് ഓഫ് ചെയ്യുക. അല്ലെങ്കിൽ DC ഇൻപുട്ട് കണക്ടർ ഡിസ്കണക്ട് ചെയ്യുക. ഇതിനുശേഷം ഇൻവെർട്ടർ എല്ലാ സൂചകങ്ങളും 2 മിനിറ്റിനുള്ളിൽ ഓഫ് ചെയ്യും. ഈസ്റ്റ്മാൻ എന്നാണ് പറയുന്നത്.